فقد استكمل الإيمان شفيعنا رسول الله فاق النبيين في خلق وفي خلق ولم يدانه في علم ولا كرم وعلموا أمة سيدنا ومولانا محمد ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, കാരണവന്മാർ, മുതഅല്ലിമീങ്ങൾ, സഹോദരന്മാർ, ഉമ്മമാർ, പെങ്ങന്മാർ, വളരെ പ്രതീക്ഷയോടുകൂടെ നമ്മുടെ മജ്‌ലിസിൽ വന്ന എല്ലാവരും അല്ലാഹു നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ആദ്യമായി പറയാനുള്ളത്, ആ വിട്ടു നിൽക്കുന്നവരൊക്കെ ഇതുവരെ എല്ലാവരും ഇരുന്നല്ലോ, എല്ലാവരും ഇങ്ങോട്ട് കടന്നു തരാം. അവരുടെ വെയിൽ കൊണ്ട് ബുദ്ധിമുട്ടാകാൻ പാടില്ല. ഒക്കെ ഉള്ള സ്ഥലത്ത് കുടുങ്ങി നിന്നാലും അല്പസമയത്തിനുള്ളിൽ നമ്മളുടെ പ്രാർത്ഥന ആരംഭിക്കാം. അതിനു മുമ്പ് ബറക്കത്തിന് വേണ്ടി അല്പം ചില കാര്യങ്ങൾ നിങ്ങളെ ഉണർത്തി ഉടനെ തന്നെ നമ്മുടെ ദുആയിൽ കിടക്കാം. ഒരൊറ്റാളും നമ്മുടെ മജ്‌ലിസിന്റെ പുറത്ത് നിൽക്കാതെ ഒക്കെ ഒന്ന് ഇങ്ങോട്ട് കടന്നു നിന്നിട്ട് എല്ലാവരും ഒന്ന് സൗകര്യം ചെയ്തു കൊടുക്കാം. പുറത്ത് നിൽക്കുന്നവരും കുറച്ചൊന്ന് തണലത്ത് നിൽക്കട്ടെ. എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് കടന്ന് അവർ ഇവിടെ ഇരിക്കുന്നവരൊക്കെ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം. കാരണം നമ്മൾ കുറെ നേരം ഇരുന്നില്ലേ. ഇനി നമ്മളെ കണ്ണിൽ കാണാൻ കഴിയാത്ത ഒട്ടനവധി മഹത്വങ്ങൾ ഈ മജ്‌ലിസിലുണ്ട്. ഒരു നിമിഷം പോലും നിന്ന് സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല എനിക്കുള്ളത്. ഞാനാണ് ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് എന്റെ കഴിവല്ല, അത് മുത്ത് റസൂൽ തന്നെ ഏൽപ്പിച്ചതാ, അവിടുന്ന് നിർത്തി തന്നതാ. അതുകൊണ്ട് നിൽക്കുക. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെല്ലാവരും അവിടെ പുറത്തു നിൽക്കുന്നവർക്ക് ഇവിടെ സൗകര്യം ചെയ്തു കൊടുക്കണം. കസാരൊക്കെ ഒന്ന് നിർത്തിയിട്ട് എല്ലാവരും സൗകര്യം ചെയ്തു കൊടുക്കണം. നമ്മളൊക്കെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവരാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ലാ യുമിനു അഹദകും മത്താ ഹദൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. മുത്ത് റസൂലുള്ളാഹി പറഞ്ഞല്ലോ, എന്റെ നഫ്സിൽ ആര് സൂക്ഷിക്കപ്പെടുന്നുവോ അവൻ തന്നെയാണ് സത്യം. നിങ്ങൾ ഒരാൾ മുഅ്മിനാവുകയില്ല നിങ്ങളുടെ സ്വന്തം ശരീരത്തിനേക്കാളും നിങ്ങളെ ഭാര്യ മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും എന്നൊന്നുമല്ല, വന്നാസി അജ്മഈൻ, എല്ലാത്തിനേക്കാളും. ചുരുക്കി പറയും, വിശദീകരിക്കാൻ എപ്പാടും നിങ്ങൾ എന്നെ സ്നേഹിച്ചാലല്ലാതെ നിങ്ങൾക്ക് മുഅ്മിനാകാൻ കഴിയില്ല എന്ന് മുത്ത് റസൂലുള്ളാഹി നമ്മെ പഠിപ്പിക്കുന്നു. ഇത് റസൂലുള്ളാഹി പറഞ്ഞത് മാത്രമല്ല, റസൂലുള്ളാഹി പറയുന്നത് റസൂലുള്ളാഹിന്റെ ഇഷ്ടത്തിനല്ല, അല്ലാഹുവിന്റെ വഹി കൊണ്ടാണ്. ഇതൊക്കെ വളരെ വിശദീകരിക്കേണ്ടതാണ്. അല്ലാഹു തന്നെ പറയുന്നു, ലാ യുമിനൂന ഹത്താ യുഹഖിമൂക ഫീമാ ശജറ ബൈനഹും. നിങ്ങൾ ഒരാൾ മുഅ്മിനാവൂല കേട്ടോ. ഇത് ഖുർആനാണ്. നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവുകയില്ല അല്ലാഹുവിന്റെ റസൂലിനെ ഹക്കീമാക്കിയിട്ടല്ലാതെ നിങ്ങൾക്ക് ഒരാൾക്കും മുഅ്മിനാകാൻ സാധ്യമല്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു. അതിനെ ബയാൻ ചെയ്തുകൊണ്ട് തന്നെയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് മുഅ്മിനാകണമെങ്കിൽ റസൂലുള്ളാഹിനെ ഹക്കീമാക്കണമെങ്കിൽ എല്ലാത്തിനേക്കാളും റസൂലുള്ളാഹിനെ സ്നേഹിക്കണം. എന്താണ് ആ സ്നേഹം? അത് ഇവിടെ ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും, ഞാൻ അടക്കം, ഞാൻ എല്ലാത്തിനേക്കാളും മുത്ത് റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവനാണ്. എല്ലാത്തിനേക്കാളും എനിക്ക് അതിനേക്കാൾ വലിയ സ്നേഹമുള്ള ഒരു മഖ്ലൂഖും ഇല്ല എന്ന് ഒറ്റ വാക്കിൽ തന്നെ എല്ലാവരും പറയും. പക്ഷേ നമ്മൾ ഈ സദസ്സിൽ നിന്ന് പരിശോധിക്കുന്നത് അങ്ങനത്തെ ഒരു സ്നേഹം നമുക്കുണ്ടോ? ഇല്ല, ഇല്ല എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. ഒരു മൗലിദ് നടത്തിയത് കൊണ്ടോ, ഒരു ബുർദ ചൊല്ലിയത് കൊണ്ടോ, അല്ലെങ്കിൽ റസൂലുള്ളാഹിനെ കുറച്ച് മദ്ഹ് പറഞ്ഞത് കൊണ്ടോ, ഒരു മീലാദ് ആഘോഷിച്ചത് കൊണ്ടോ ഒന്നും ആ സ്നേഹം നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല മക്കളെ, കഴിയില്ല കേട്ടോ. മറിച്ച് ആ സ്നേഹം നമുക്ക് വേണമെങ്കിൽ മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. ശഫീഉനാ റസൂലുള്ളാഹി. എന്താണ് റസൂലുള്ളാഹിനെ സ്നേഹിക്കുക? എന്റെ തിരുസുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ എന്നെ നിങ്ങൾ സ്നേഹിച്ചു പോയി. എന്നെ സ്നേഹിച്ചാൽ എന്നോടുകൂടെ നിങ്ങൾ സ്വർഗത്തിലാണെന്ന് മുത്ത് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന സുന്നത്ത് നിസ്കാരമല്ല, ഒരു സുന്നത്ത് നോമ്പല്ല,
റസൂലുള്ളാഹിന്റെ ചര്യ അതാണ് സുന്നത്ത്. റസൂലുള്ളാഹിന്റെ ജീവിതം തസ്ദീഖു ബിമാ ജാഅ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിഫാഖു മുജദ്ദിദിൽ ഉമ്മ ബിഅയ്യി അംരിൻ കാൻ ബഅദ വഫാത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ 23 വർഷക്കാലത്തെ ജീവിതം, 40 വയസ്സിൽ നബുവത്ത് ലഭിച്ചിട്ട് 63ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ 23 വർഷക്കാലം കൊണ്ട് നമുക്ക് എന്തൊക്കെ പഠിപ്പിച്ചുവോ, നമുക്ക് റസൂലുള്ളാഹിക്ക് ഖാസായത് ഒഴിച്ച് നമുക്ക് എന്തെല്ലാം പഠിപ്പിച്ചുവോ അത് മുഴുവനും കറാമത്താകട്ടെ, ഹറാമാകട്ടെ, വാജിബാകട്ടെ, സുന്നത്താകട്ടെ, എന്താകട്ടെ, മുബാഹ് എല്ലാം അത് അപ്രകാരം പഠിപ്പിച്ചുവോ അപ്രകാരം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തിയാലല്ലാതെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം ഒരു ഇഞ്ച് പോലും അവകാശപ്പെടാൻ നമ്മൾ സാധ്യമല്ല കേട്ടോ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു സുന്നത്ത് ഒഴിവാക്കിയാൽ അല്ലെങ്കിൽ ഒരു ഫർദ് ഖളാഅക്കിയാൽ എന്നിട്ട് നമ്മൾ കുറെ മൗലൂദ് നടത്തിയാൽ അപ്പോഴൊന്നും സുന്നത്ത് നമുക്ക് റസൂലുള്ളാഹിന്റെ ചര്യ പറയാൻ പറ്റില്ല. അതുപോലെ നമ്മളൊരു ജമാഅത്തായിട്ടുള്ള നിസ്കാരം നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കി എന്നിട്ട് പറയാം ഞാൻ റസൂലുള്ളാഹിനെ ഏറ്റവും സ്നേഹിക്കുന്നു പറഞ്ഞാൽ ആ സ്നേഹം സ്നേഹമല്ല. അങ്ങനെ സ്നേഹം പറയുന്നവരുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു വസിത്താഹു അലൽ കുഫാർ. മുസ്ലിമീങ്ങളോട്, ഇസ്ലാമിന്റെ ശത്രുക്കളോട് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ പുറത്തായാലും വേണ്ട അകത്തായാലും വേണ്ടില്ല, അതിന്റെ ശത്രുക്കളോട് കഠിനമായ വെറുപ്പ്. മുസ്ലിമീങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹം, ആ സ്നേഹത്തോടുകൂടെ ജീവിക്കുക. അതിൽ പറഞ്ഞതൊക്കെ നമ്മളെ വൈലോസിൽ പറഞ്ഞതൊക്കെ നമ്മളെ ജീവിതത്തിൽ പകർത്തുക. അതല്ലെങ്കിലോ ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക റസൂലുള്ളാഹ് വല്ലാഹു യഅലമു ഇന്നക റസൂലുഹു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹു ഏകനാണ് എന്നൊക്കെ നാഴിക്ക് 40 പ്രാവശ്യം പറയും. പക്ഷേ ഇന്നൽ മുനാഫിഖീന, അവർ മുനാഫിഖുകളാണ്, ലകാദിബൂൻ, അവർ കള്ളന്മാർ കൂടിയാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. കേട്ടോ, ചുരുക്കനെ. അപ്പൊ നമ്മൾ സ്നേഹം എന്ന് അവകാശപ്പെടുന്നെങ്കിൽ മക്കളെ ഒരു കറാമത്ത് പോലും നമ്മുടെ ജീവിതത്തിൽ വരരുത്, ഒരു സുന്നത്തിനെ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കരുത്, ഒരു വാജിബാത്ത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒഴിവായി പോയി കൂടാ, ഒരു നിസ്കാരം ഖളാ ആയി പോയി കൂടാ. അങ്ങനെ എല്ലാതും ഇസ്ലാമിന്റെ വൈലോസ് എന്താണോ നമ്മളോട് പറയുന്നത് അത് പൂർണ്ണമായും ജീവിതത്തിലേക്ക് പിൻപറ്റി ജീവിച്ചാലല്ലാതെ നമുക്ക് റസൂലുള്ളാഹിനോടുള്ള സ്നേഹം അവകാശപ്പെടാൻ കഴിയില്ല കേട്ടോ. ഇതാണ് അടിവരട്ട് എന്നോടും നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്. ഇത് ദാർശനിക മുഹിബ്ബീങ്ങൾ മുഴുവനും മനസ്സിലാക്കണം. ചില ആൾക്കാർക്കൊക്കെ ഒരു ധാരണയുണ്ട്, നമ്മൾ സുന്നത്ത് കരിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ ഫർദ് കരിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ സുന്നത്ത് പോയിട്ടില്ലെങ്കിൽ ഡിഗ്രി അല്ലിയില്ലെങ്കിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ശൈഖിനാണ് കുടിച്ചാൽ പിന്നെ നമുക്ക് വേറൊന്നും നോക്കണ്ടേ, മുപ്പര് നമ്മളായിട്ട് വേണ്ടി കൊടുക്കണം. ഔസുല്ലാഹൊക്കെ പറഞ്ഞല്ലോ, എന്നെ പിടിച്ചോരാരും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ, എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവറേ. ചില ആളുകളൊക്കെ മനസ്സിലാക്കി എന്താണ് നമുക്കൊരു ഖാദിരിയ തരീഖത്തിന്റെ ഒരു മുരീദ് കിട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തും ആവാം, സ്വർഗത്തിൽ നമുക്ക് ഉറപ്പാണ്. കാരണം ഔഫില്ലാതെ പറഞ്ഞിരിക്കുന്നത് എന്റെ മുരീദ് ഒരൊറ്റ കുട്ടി നരകത്തിൽ കടക്കൂല, എല്ലാ തരീഖത്തും അവിടുന്നല്ലേ വരുന്നത്. അപ്പൊ ഒരു ആളും നരകത്തിൽ കടക്കൂല. അവിടെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുയ്യത്തിമാരെ പാടി ഒരു കുത്തുബിയത്തൊക്കെ വർഷത്തിൽ നടത്തി അങ്ങനെ കണ്ടായാൽ നമുക്ക് സ്വർഗം ഉറപ്പാണെന്ന് പലവരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്റെ മുരീദാരും നരകത്തിലില്ല. മുരീദ് പറഞ്ഞാലാ ശരീഅത്തിൽ ഒരു ബഹറായിട്ട് ശരീഅത്തിന്റെ ഒരൊറ്റ ഹുക്മും തെറ്റിക്കാതെ ജീവിതത്തിൽ പകർത്തി, ഹറാമല്ല ഒരു കറാഅത്ത് പോലും ഹറാമിന്റെ സ്ഥാനത്ത് കണ്ട് ജീവിക്കുന്ന വ്യക്തി അങ്ങനെ ജീവിക്കുമ്പോൾ ഒരു കറാഅത്ത് പോലും ചെയ്യാതെ, ശൈഖിനെ പറ്റിയല്ല പറയുന്നത്, മുരീദാകാനുള്ള വഴിയാ പറയുന്നത്, ഒരു കറാഅത്ത് പോലും ചെയ്യാതെ ജീവിതം സംശുദ്ധമാക്കി ജീവിക്കുമ്പോൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കുന്ന ഒരു കവാടമാണ് ഇത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. അത് ഒരാൾ വിളക്കരച്ചിട്ടോ ഒരാൾ കൊണ്ടോയിട്ടോ ഒരാൾ ചെവിച്ചിട്ടോ ഒന്നും കൊടുക്കണമല്ല.
ആ രീതിയിലേക്ക് അവൻ എത്തുമ്പോൾ അവന് അല്ലാഹു ഒരു മുർഷിദായ ശൈഖിനെ കൊടുക്കും. എന്തിനു വേണ്ടി? അവന്റെ ജീവിതത്തിൽ പിന്നെ ഒരു ആത്മീയത തെറ്റിയിട്ട് അവൻ ഒരു ഭൗതിക ലോകത്തിന്റെ പിന്നിലും ഒരു ഖറാത്ത് പോലും ചെയ്യാൻ അവനെ കിട്ടൂല. ഒരു ഹറാമായ ഭക്ഷണം അവന്റെ ശരീരത്തിലേക്ക് കടക്കൂല, ഹറാമായ വസ്ത്രം അവൻ ധരിക്കൂല, ഹറാമായ വെള്ളം അവൻ കുടിക്കൂല. ആ രീതിയിൽ അവന്റെ ജസദും അവന്റെ ഖൽബും ആ മുർഷിദായ ശൈഖ് നിയന്ത്രിക്കും. അങ്ങനത്തെ ഒരു ശൈഖിനെ അവർക്ക് കിട്ടൽ എപ്പോഴാണ്? ശരീരത്തിൽ അവരൊരു ബഹറാകുന്ന സമയത്താണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അപ്പൊ അത് ചിന്തിക്കാൻ പോലും നമ്മളൊന്നും അർഹരല്ല ഈ കാലഘട്ടത്തിൽ. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥാനത്തേക്ക് എത്തിയവനാണ് മുരീദ് എന്ന് പറയുന്നത്. ആ മുരീദ് ആകുമ്പോഴാണ് മുരീദാരും നരകത്തില്ല. ശരിയാണ്. അങ്ങനത്തെ ഒരു മുരീദായ പിന്നെ അവർക്ക് നരകത്തിൽ കിടക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നെ പിടിച്ചോരിൽ എന്ന് പറയുന്നതും ആ മുരീദ് തന്നെയാണ്. പിന്നെ ഒരു വാക്കും കൂടി ഉണ്ട്, എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവർ ഞാനൊന്ന് ചൊന്നോവർ. അതും പലവരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്ത്? എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ ഞാൻ നല്ലവരാണ്, അതുകൊണ്ട് ഓർക്ക് എന്ത് കുഴപ്പമുണ്ടെങ്കിലും കുഴപ്പമില്ല, ഓരിപ്പോ ദിനാ ചെയ്താലും കുഴപ്പമില്ല, റിബ നടത്തിയാലും കുഴപ്പമില്ല, കെതിപ്പ് പറഞ്ഞാലും കുഴപ്പമില്ല, റീബത്ത് പറഞ്ഞാലും കുഴപ്പമില്ല, നിക്കരിച്ചില്ലേലും കുഴപ്പമില്ല, എന്തായാലും കഞ്ചാവ് വെച്ചാലും കുഴപ്പമില്ല, മുടി വളർത്തി തന്നാലും കുഴപ്പമില്ല, എന്തായാലും വേണ്ടില്ല, ഓർക്ക് നല്ല ആള് ഞാനാണ്. ഒരിക്കലുമല്ല കേട്ടോ, ഒരിക്കലുമല്ല. എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ശരീഅത്തിന്റെ വിഷയത്തിൽ അവർ കാമിലാണ്. ത്വരീഖത്തിന്റെ വിഷയത്തിലുണ്ടോ ചില പെശകുകളൊക്കെ അവരെടുത്തുണ്ട്. ശരീഅത്ത് എന്ന വിഷയത്തിൽ അവർ പൂർണ്ണനാണ്. ഒരു ഖറാഅത്ത് പോലും അവരിൽ നിന്നില്ല. ഒരു ജമാഅത്ത് തെറ്റിക്കുന്നവരല്ല, ഒരു റവാത്തിബ് ഒഴിവാക്കുന്നവരല്ല, ഒരു തഹജ്ജുദ് ഒഴിവാക്കുന്നവരല്ല, ഒരു ദുആ നിസ്കാരം ഒഴിവാക്കുന്നവരല്ല. അങ്ങനത്തെ ഒന്നും അവരെത്തുന്നില്ല. പിന്നെന്താണത്? ത്വരീഖത്തിന് ചില ചിട്ടകളും മട്ടങ്ങളും ഒക്കെ ഉണ്ട്. അതിന്റെ വിഷയത്തിൽ എന്തെങ്കിലും വല്ല പാകപ്പഴവുകളും ഉണ്ടെങ്കിൽ എന്താണ്? എന്റെ മുരീദുകൾ എന്നാണ് അവിടെ പറഞ്ഞത്. മുരീദാകണമെങ്കിൽ എന്താ വേണം? ആദ്യം ത്വരീഖത്ത് പൂർണ്ണമാകണം, ശരീഅത്ത് പൂർണ്ണമാകണം. ശരീഅത്ത് പൂർണ്ണമായിട്ട് അതിന് ഒരു തബറുക്കിന്റെ ശൈഖിലൂടെ അവൻ ത്വരീഖത്തിന്റെ ശൈഖിലേക്ക് എത്തണം. അങ്ങനെ എത്തുമ്പോഴാണ് അവൻ മുർഷിദായ ശൈഖിന്റെ കണക്ഷൻ വന്നിട്ട് അവന്റെ ജസദും ഖൽബും ആ ശൈഖ് നിയന്ത്രിക്കുന്നു. ആ നിയന്ത്രണം കൊണ്ട് ഒരു ഖറാഅത്ത് പോലും അവരിൽ സംഭവിക്കുകയില്ല. അപ്പൊ നമ്മളൊക്കെ എന്തെങ്കിലും പോയി കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പരിശോധിച്ചാൽ മതി. എന്ത്? നമ്മൾക്ക് പൂർണ്ണമായിട്ടും ശരീരത്തിന്റെ നിയമം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മളെ നമ്മളെ ശൈഖ് നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്. ഇല്ല, ഈ ശൈഖും മോശമാണ്, നമ്മളും മോശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അതിൽ നിന്ന് വിട്ടുപോരണം. പിന്നെ ആ പോക്ക് കുഫ്രിയത്തിലേക്കായിരിക്കും. അത് വളരെ ഗൗരവമായി മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ദാർശനികയെ സംബന്ധിച്ച് വളരെ ചില ആളുകളൊക്കെ മനസ്സിലാക്കാറുണ്ട്. കാരണം ഒരുപാട് അത്ഭുത സംഭവങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെയാണല്ലോ. അത്ഭുതങ്ങളാണല്ലോ ഇപ്പൊ എല്ലാവരും പഠിപ്പിക്കുന്നത്. ഒരുപാട് ആളുകൾ പല മാറാവ്യാധി രോഗങ്ങൾ ഇവിടുന്ന് മാറിപ്പോകും. നേരത്തെ പറഞ്ഞതുപോലെ വിഷം മറിഞ്ഞു പോകും, സൂചി മുടങ്ങിയിട്ട് അത് ഡോക്ടറിന് ഓപ്പറേഷൻ ചെയ്യാതെ പറ്റുമല്ലോ കിട്ടി. ഇപ്പൊ ദുബായിൽ നിന്നാള് പെട്ടെന്ന് അതുപോലെ പിന്നെ എന്തോ ഒരു സാധനം, എന്താണ് ഉസ്താദെ എന്തോ ഒരു സാധനം ഒഴുകിയിട്ട് ഒരു വന്നല്ലോ അത് മുടങ്ങിയിട്ട് ഡോക്ടർ പറഞ്ഞു ഇപ്പൊ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്നോ. അപ്പൊ വിളിച്ച് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അത് ഓപ്പറേഷൻ വേണ്ട, അത് അവിടുന്ന് ബോധക്കിട്ട് പറഞ്ഞു. അപ്പൊ പോകുന്നു. അതൊന്നും കറാമത്തല്ല. അതിനൊന്നും നിങ്ങൾ കറാമത്ത് എന്ന് പറയും വേണ്ട, വേറുണ്ട്. അത് ഇവിടുത്തെ കറാമത്തൊന്നല്ല. അത് റസൂലുള്ളാഹിന്റെ ഇസ്തിഗാസയിൽ ഇവിടെ റസൂലുള്ളാഹി അവിടുന്ന് നിയന്ത്രിക്കാൻ കാര്യങ്ങളാണ് ചെയ്യുക. അപ്പൊ അതവിടെ കാണും. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നമുക്ക് ഒരു കാര്യത്തിൽ ഫലം കിട്ടിയെങ്കിൽ ആ ഫലം തന്ന വ്യക്തി ഉണ്ടല്ലോ, നമ്മൾ കണ്ട വ്യക്തി, നമ്മൾ കാണുന്ന ലാഹിറിൽ നമ്മൾ കാണുന്ന വ്യക്തി അദ്ദേഹം ഒരു മുത്തഖിയാണെങ്കിൽ, മുത്തഖി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മുത്തഖി പറഞ്ഞാൽ എന്താണ്? തഖ്വയുള്ള മനുഷ്യൻ, പൂർണ്ണമായ മുത്തഖിയാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ അദ്ദേഹം ആ കാണിച്ചത് കറാമത്താണ്. ഇല്ലെങ്കിൽ എന്തല്ല, ഏതൊരാളും ചിലപ്പോ വലിയ ദീശകനെ വിളിച്ചാൽ കിട്ടും. അത് ആര് വിളിച്ചാലും കിട്ടും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ 11ാമത്തെ പേരക്കുട്ടിയാണ് മുഹമ്മദുൽ ബാഖിരി റളിയല്ലാഹു അൻഹു. തങ്ങളുടെ കാലത്ത് ഒരു വലിയ സംഭവം ഉണ്ടായി. ചരിത്രം പറയുന്നത് സുദീർഘമാണ്. അന്ന് മഴയില്ലാത്തൊരു വല്ലാത്ത വിഷമം ഉണ്ടായപ്പോൾ ആളുകൾ ഒരു സംഭവം വെച്ചിട്ട് ഒരു പ്രാർത്ഥനാ മത്സരം നടത്താം. അങ്ങനെ മുസ്ലിങ്ങളും ജൂതന്മാര് അവരുടെ നേതാക്കന്മാരെ പ്രാർത്ഥിക്കാൻ കൊടുത്തു. മുസ്ലിങ്ങൾ അവരുടെ നേതാക്കന്മാരെയും കൊണ്ടുവന്നു.
അവരെ നേതാക്കന്മാർ കൊണ്ടുവന്നത് ആരെയാണ്? റസൂലുള്ളാഹിന്റെ 11ാമത്തെ പേരക്കുട്ടി ബഹുമാനപ്പെട്ട മുഹമ്മദ് ബാഖിരി തങ്ങളെയാണ്. തങ്ങൾ വന്നു, ജൂതന്മാരും പ്രാർത്ഥനകൾ തുടങ്ങി. ആദ്യം മുസ്ലിങ്ങൾ പ്രാർത്ഥിച്ചു മഴയില്ല. അങ്ങനെ ജൂതന്മാർ പ്രാർത്ഥിച്ചു, പ്രാർത്ഥന തുടങ്ങിയപ്പോ മഴ പെയ്യാൻ തുടങ്ങി. അങ്ങനെ മുസ്ലിങ്ങളാകമാനം വിഷമത്തിലായി. മുസ്ലിങ്ങളുടെ വളരെ പ്രയാസത്തോടൊക്കെ അപ്പൊ തന്നെ ഇസ്ലാമിന്റെ രാജ്യവും വളരെ വിഷമത്തിലായി. ആ സമയത്ത് ജൂതന്മാരെടുത്ത് എന്ന് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, എന്താണ് മഴ പെയ്യാൻ കാരണം? ആ ജൂതപുരോഹിതൻ പറഞ്ഞു, ഇവിടെ പ്രാർത്ഥനയുടെ ഫലം കണ്ടത് നിങ്ങൾ തന്നെയാണ്. കാരണം എന്താ, ഞങ്ങളും നിങ്ങൾ പ്രാർത്ഥിച്ചതുപോലൊക്കെ പ്രാർത്ഥിച്ചു, പക്ഷേ മഴ പെയ്തില്ല. ആ സന്ദർഭത്തിലാണ് ഞങ്ങളുടെ മുൻഗാമികൾ, നിങ്ങളുടെ നേതാക്കളായ യഹ്യാ നബി അലൈഹിസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാം പോലുള്ള മഹത്തുക്കൾ വധിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ എല്ലിന്റെ കട്ടം ഇന്നും ഞങ്ങളെ കയ്യിൽ സൂക്ഷിക്കൊണ്ട് കേട്ടോ. ആ എല്ലിന്റെ കട്ടം പിടിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു, ഈ എല്ലിന് വല്ല ബറക്കത്തുണ്ടെങ്കിൽ മഴ പെയ്യട്ടെ. അപ്പോഴാണ് മഴ പെയ്തത് കേട്ടോ. പ്രാർത്ഥിച്ചത് ജൂതനാണെങ്കിലും എന്തുണ്ടായി? എല്ലാവരുതാണ് അത് ബഹുമാനപ്പെട്ട മഹാനവറുകളാണ് അപ്പോഴാണ് പെയ്തത് എന്നതുപോലെ അനർഹരായ ആളുകളാണെങ്കിലും ഇസ്തിഗാസ ചെയ്യുന്നത് മഹത്തുക്കളാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അതുകൊണ്ട് അത്ഭുതങ്ങളൊക്കെ കണ്ടേക്കാം. അപ്പൊ നമ്മളെ കറാമത്തിന്റെ കൂട്ടത്തിലൊന്നും ഇത് കൂട്ടരുത്. അപ്പോ ഒരാളെ നിങ്ങൾ യാസീനാണ് കണ്ടിട്ട് നമ്മളോട് പറഞ്ഞു, അപ്പൊ തന്നെ നമ്മളെ രോഗം മനസ്സിലായോ? ഞാൻ ചുരുക്കാൻ. അപ്പൊ അതുകൊണ്ട് ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. ദാർശ് പോര് ത്വരീഖത്തിന്റെ കേന്ദ്രമാണെന്നോ അതിന് ചെയ്യുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ പിന്നെ ഇതൊക്കെ കൊടുത്തിട്ടൊന്നും മനസ്സിലാക്കി പോകണ്ട. മുത്ത് റസൂലുള്ളാഹിനെ സ്നേഹിക്കുക, ശരീഅത്തിന്റെ വിധി അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. അതനുസരിച്ചുകൊണ്ട് ശറഈയായ നമ്മളുടെ മുൻഗാമികൾ ബഹുമാനപ്പെട്ട മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും പഠിപ്പിക്കാതെ അവിടുന്ന് കടന്നു പോയിട്ടില്ല. ഒരു മേഖലയിലേക്കും വിരൽ ചൂണ്ടാതെ റസൂലുള്ളാഹി കഴിഞ്ഞു പോയിട്ടില്ല. അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് വൈദ്യശാസ്ത്രം പഠിപ്പിച്ചിട്ടുണ്ട്, ഗോളശാസ്ത്രം പഠിപ്പിച്ചിട്ടുണ്ട്, ഭൂമിശാസ്ത്രം പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നും പഠിപ്പിക്കാതെ അവിടുന്ന് കടന്നു പോയിട്ടില്ല. നിങ്ങൾ സ്വാഗത പ്രസംഗത്തിൽ കേട്ടില്ലേ? അപ്പോ അതേ സമയത്ത് അവിടുന്ന് പഠിപ്പിച്ച ഒരു ചികിത്സാ രീതിയുണ്ട്. അതുപോലെ അത് ശരിക്കും അക്ഷരം പിൻപറ്റിയ ബഹുമാനപ്പെട്ട സ്വഹാബത്തേക്ക് അവിടുന്ന് അത് പഠിപ്പിച്ച് അങ്ങനെ താബീകളും സലഫുസ് സ്വാലിഹീങ്ങളും മുഫസ്സിറുകളും 4 മദ്ഹബിന്റെ ഇമാമികളും മുഅ്മിനീങ്ങളുടെ ശൃംഖല ഇന്ന് വരെ നമുക്ക് പഠിപ്പിച്ചതായിരിക്കുന്ന ഒരു ആത്മീയ ചികിത്സാ രീതി, അതാണ് നമ്മളുടെ ചികിത്സാ മാർഗം. ആ മാർഗമല്ലാത്ത പല മാർഗങ്ങളും പല ദുർബല നിമിഷങ്ങളിലും നമ്മൾ ആളുകൾ കാര്യത്തിന് കൈതക്കാലം പിടിക്കുക എന്നുള്ളതുപോലെ കൺമൊട്ടന്റെ വടിമാരെ എല്ലായിടത്തും കൊണ്ടുപോയി കുത്തുക എന്നതുപോലെ കുറെ കങ്ങന്മാരെടുത്തും പോവും, കുറെ മൂല്യന്മാരെടുത്തും പോവും, കുറെ കസമാത്തിന്റെ അടുത്തും പോവും, കുറെ മറ്റൊരിടത്തും പോവും. എല്ലാം പോയിട്ട് നമ്മളെ ഈമാൻ നഷ്ടപ്പെടുത്തി കുഫ്രിയത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ വളരെ വളരെ കൂടുതലായിട്ട് അമിതമായിട്ട് നമ്മുടെ സമുദായത്തിലുണ്ട്. അതിൽ നിന്ന് നമ്മുടെ സമുദായത്തിനെ കരകയറ്റാൻ അതിനുള്ള ഒരു മാർഗമാണ് ദാർശനികയുടെ പ്രവർത്തനം. അത് ഖുർആനിലൂടെ, ഹദീസിലൂടെ, ഇജ്മാഇലൂടെ, ഖിയാസിലൂടെ നമ്മൾ കണ്ടതായിരിക്കുന്ന ചികിത്സാ രീതി. ആ രീതിയെ അപലപിച്ചുകൊണ്ട് അത് ഉപദേശിച്ചുകൊണ്ട് ജനങ്ങളെ ഐതിലേക്ക് തിരിക്കുക എന്നുള്ളതാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, ദുആർക്കാണ് എല്ലാവരും ആമീൻ പറയണം. ഖൗഫോടുകൂടി പല നീറുന്ന പ്രശ്നങ്ങളുള്ള ഇപ്പോ ലണ്ടനിൽ നിന്ന് ഒരുപാട് ആളുകൾ, ലണ്ടനിൽ നമ്മളെ മുഹിബ്ബീങ്ങളുണ്ട്, ഓസ്ട്രേലിയയിൽ ദാർശനികനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ദുബൈയിലുണ്ട്, അബുദാബിയിലുണ്ട്, റാസൽ ഖൈമയിലുണ്ട്, ഫുജറയിലുണ്ട്, മസ്കറ്റിലുണ്ട്, ജിദ്ദയിലുണ്ട്, ദമാമിലുണ്ട്, അതുപോലെ റിയാദിലുണ്ട്, മക്കയിലുണ്ട്. ഇപ്പൊ ഈ സമയത്ത് മദീന മുനവറയിൽ ഫോൺ വന്നിരുന്നു. മദീന മുനവറയിൽ നമ്മുടെ പരിപാടിയെ വീക്ഷിച്ച് നമ്മുടെ സ്വലാത്തും എല്ലാം ചൊല്ലി മദീനയിൽ ഇരിക്കുന്ന ഒരുപാട് പ്രവർത്തകർ നമുക്ക് അവിടെ ഉണ്ട്, ആമീൻ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാം ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളുടെ മുഹിബ്ബീങ്ങളുണ്ട്. എല്ലാവരും ഈ സമയത്ത് ആമീൻ പറയുന്നു. നിങ്ങളും ഖൗഫോടുകൂടി, വേദനയോടുകൂടി, പൊട്ടുന്ന ഹൃദയത്തോടുകൂടി നിങ്ങൾ ആമീൻ പറയണം. മുഅ്മിനീങ്ങൾ ഖൗഫുള്ളവരാണ്, ഭയമുള്ളവരാണ്. അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും ശ്രദ്ധിച്ചൊരു ആമീൻ പറഞ്ഞ പേരിന് പറഞ്ഞാൽ പോരാ. ആമീൻ പറയുന്നത് വളരെ പൊട്ടുന്ന ഹൃദയത്തോടുകൂടി നിങ്ങൾ ആമീൻ പറയുന്നു. ദുആ ചെയ്യുന്നത് ഫക്കീറായ സാധുവായ ഞാനാണെങ്കിലും ആമീൻ പറയുന്ന കൂട്ടത്തിൽ
നമ്മളെ കാഴ്ചയിൽ ഇല്ലാത്ത ഒട്ടനവധി മഹാന്മാരുണ്ട്. ജിബ്രീൽ ദ്വാരന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞില്ലേ കേട്ടോ. അപ്പൊ എന്നതുപോലെ നമ്മൾ ദ്വാരക്കുന്നത് പാവപ്പെട്ടവരാണ്, പക്ഷെ ആമീൻ പറയുന്നത് വലിയ വലിയ മഹാന്മാര്. അങ്ങനെ പറഞ്ഞു തരാൻ എനിക്ക് കഴിയുള്ളൂ, കാണിച്ചു തരാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അതെങ്ങാനും നിങ്ങളൊന്ന് കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ ബോധം കെട്ട് വീഴുമായിരുന്നു. ഇങ്ങനത്തെ അവസ്ഥ നമ്മളെ മജ്‌ലിസിലുണ്ട് മക്കളെ. വളരെ ഹക്കാണ് ഈ പറയുന്നത്, അള്ളാഹു ചെയ്ത നിഅമത്താണ് ഈ പറയുന്നത്, കണ്ടുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് പ്രത്യേകം പറയുന്നത്, നിങ്ങൾ വളരെ ഖൗഫോടുകൂടി വേദനയോടുകൂടി ആമീൻ പറയണം. ഖദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മൾ ദുആക്ക് ആമീൻ പറയുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട ഔലിയാക്കന്മാരിൽ പ്രമുഖരായ ഒരുപാട് മഹത്തുക്കൾ നമ്മൾ ദുആക്ക് ആമീൻ പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും, നിങ്ങൾ എന്ത് തീർന്ന പ്രശ്നമാണെങ്കിലും ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടേ ഞാൻ ഇവിടുന്ന് പോകൂ എന്ന് നിങ്ങൾ പറയുക. അതനുസരിച്ച് പരിഹാരം കാണുക തന്നെ ചെയ്യും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു ഫാത്തിഹ എല്ലാ മഹാന്മാരുടെ പേരിൽ നമ്മൾ ഓതിയിട്ട് നമുക്ക് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وعلى آله وأصحابه أفضل المخلوقين خير كلهم أجمعين. الفاتحة. الرحمن الرحيم. الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ബറക്കത്തെടുക്കാൻ മഹാന്മാരുടെ പാദസ്പർശനത്തെ മജ്‌ലിസാണ്. അതിന്റെ ബറക്കത്തെടുക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങോട്ട് തന്നെ നിന്നോളൂ. ആമീൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا كثيرا طيبا مباركا جزيلا جميلا دائما بدوام ملك الله. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه وأتباع سيدنا ومولانا وشفيعنا وحبيبنا محمد صلى الله عليه وسلم. اللهم أوفل وبلغ مثل ثواب ما قرعناه من القرآن العظيم كما صليناه كما سلمناه. هذه هدية واصلة ورحمة نازلة بركة شاملة مقبولة مرضية أولا منا إلى حضرة روح نبينا وشفيعنا وحبيبنا محمد صلى الله عليه وسلم، ثم إلى حضرات أرواحه من الأنبياء والمرسلين، وإلى حضرات أرواح الأزواج الطاهرات أمهات المؤمنين، وإلى حضرات أرواح أصحابه العشرة المفسرين، وإلى حضرات أرواح الأربعة المجتهدين، وإلى حضرات أرواح الأئمة السلف الصالحين، وإلى حضرات أرواح أصحابه البدريين واللحديين والخندقيين والعنينين والغيبريين والتبوكين والغديديين والصحابة والكرامة كلهم أجمعين، وإلى حضرات أرواح الأنبياء والأولياء والفقهاء والعلماء والشهداء والزهداء والصديقين والصالحين من مشارق الأرض إلى مغاربها صغيرا وكبيرا أكرم وأنفع كل ملائكتك الكرام أجمعين. اللهم وبحقهم وبجاههم وبقربهم وبكراماتهم لديك يا رب العالمين. اللهم انفعنا بعلومهم وبأسرارهم وبأنوارهم في الدارين. زد لهم شرفا على شرفهم وفضلا على فضلهم وعزا على عزهم وجاء على جاعهم وكرامة على كراماتهم يا رب العالمين. أرحم الراحمين يا رب، ملك الجبار يا رب، خالق يا مالك يا رازق يا رب،
സാധുക്കളായ ഞങ്ങൾ ഉയർത്തിയ കൈ അല്ലാഹുമായി ബാക്കി മടക്കല്ല റബ്ബേ, സ്വീകരിക്കണേ റബ്ബേ, ഉത്തരം ചെയ്യണേ റബ്ബേ. ചോദിക്കാൻ ഞങ്ങൾ അർഹരല്ല, ഉത്തരം ചെയ്യാൻ അർഹനായ റബ്ബേ, ഞങ്ങളുടെ നേതാവായ കരളിന്റെ കണ്ടവായ ഖാതിമുൽ അംബിയാ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തിയാണ് ഞങ്ങൾ ചോദിക്കുന്നത് റബ്ബേ. തങ്ങളെ ഫളൽ കൊണ്ട് ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ റഹ്മാനേ റബ്ബേ. മറ്റെല്ലാ അംബിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് റബ്ബേ നീ സ്നേഹിച്ച സർവ്വ മഖ്ലൂഖിന്റെയും ഹഖ് കൊണ്ട് റബ്ബേ ഈ മാസത്തിന്റെ, ഈ ദിവസത്തിന്റെ, ഈ സമയത്തിന്റെ, ഈ മജ്ലിസിന്റെ ഫളൽ കൊണ്ട് ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ റബ്ബേ, ഉത്തരം നൽകണേ റബ്ബേ. റബ്ബേ അറിഞ്ഞോ അറിയാതെയോ, ചെറുതായോ വലുതായോ, വാക്കാലോ പ്രവൃത്തിയാലോ, കേൾവിയാലോ, കാഴ്ചയാലോ, ധാരണയാലോ, രഹസ്യമായോ പരസ്യമായോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ റബ്ബേ ഞങ്ങൾക്ക് പുറത്തു തരണം റഹ്മാനെ, ഞങ്ങൾക്ക് പുറത്തു തരണം റഹ്മാനെ. മാഫാക്കണേ റബ്ബേ, മഗ്ഫിറത്തും മർഹമത്തും നൽകണം റബ്ബേ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് പൊറുക്കണം റബ്ബേ, ഞങ്ങളെ ഉസ്താദന്മാർക്ക്, മശായിഖന്മാർക്ക് റബ്ബേ, ഞങ്ങളെ ശിഷ്യന്മാർക്ക്, ഞങ്ങളെ ഭാര്യ മക്കൾക്ക്, ഞങ്ങളെ മഹബൂബീങ്ങൾക്ക് പൊറുക്കണേ റബ്ബേ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് പൊറുക്കണം റബ്ബേ. പോരെ റബ്ബേ, ഞങ്ങളെ മരണം വരെ എല്ലാ ദോഷങ്ങളിൽ നിന്നും ഞങ്ങളെ ജസദും ഞങ്ങളെ കൽബും പൂർണ്ണമായും വിട്ടു നിർത്തണേ റബ്ബേ, വിട്ടു നിർത്തണേ റബ്ബേ. പൂർണ്ണമായ മുത്തഖിയാക്കി ജീവിപ്പിച്ച് മുത്തഖിയാക്കി ഞങ്ങളെ മരിപ്പിക്കണേ റബ്ബേ. സ്വാലിഹാക്കി ജീവിപ്പിച്ച് സ്വാലിഹാക്കി മരിപ്പിക്കണം റബ്ബേ. മുഖറബീങ്ങളായ ആലിമീങ്ങളാക്കി ഞങ്ങളെ ജീവിപ്പിച്ച് ഇൽമോടെ മരിപ്പിക്കണം റബ്ബേ. ഖാശിഈങ്ങളാക്കി ജീവിപ്പിച്ച് ഖുശൂഅോടെ മരിപ്പിക്കണം റബ്ബേ. റബ്ബേ റബ്ബേ ദാകിരീകളാക്കി ജീവിപ്പിച്ച് ദിക്റോടെ മരിപ്പിക്കണം റബ്ബേ. ആഫിലീകളാക്കി ജീവിപ്പിച്ച് ഹിഫ്ളോടെ മരിപ്പിക്കണം റബ്ബേ. ശാകിരീകളാക്കി ജീവിപ്പിച്ച് ശുക്റോടെ മരിപ്പിക്കണം റബ്ബേ. റബ്ബേ എല്ലാ ബലാഅുകൾ, മുസീബത്തുകൾ, ആഫത്തുകൾ, ഇടങ്ങേറുകൾ, ശൈത്താൻ, ജിന്ന്, റൂഹാനി വിധ ശർറുകൾ, മാറാവ്യാധി, മഹാവ്യാധി, പകർച്ചവ്യാധി രോഗങ്ങൾ, മറ്റു മാനസിക, ശാരീരിക, പൈശാചികമായ ബുദ്ധിമുട്ടുകൾ, ഹമ്മുകൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ഇവയിൽ നിന്നെല്ലാം പരിശുദ്ധ ഖുർആനിന്റെ ഫളൽ കൊണ്ട് റബ്ബേ, റബ്ബ് സ്നേഹിച്ച സർവ്വ മഖ്ലൂഖിന്റെ ഫളൽ കൊണ്ടും റബ്ബേ ഞങ്ങളെയും ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളെ ഭാര്യ മക്കൾ റബ്ബേ, ഞങ്ങളെ ഉസ്താദന്മാർ, ഞങ്ങളെ ശിഷ്യന്മാർ, ഞങ്ങളെ മഹബൂബികൾ, ഞങ്ങളെ ഖാദിമീകൾ റബ്ബേ, റബ്ബേ ഞങ്ങളെ കുടുംബാദികൾ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവരെയും റബ്ബ് കാക്കണേ അല്ലാഹ്, വിട്ട് ദൂരത്താക്കണേ അല്ലാഹ്, തട്ടിമാറ്റണേ അല്ലാഹ്. എല്ലാ ഫാത്തിനീങ്ങളെ ഫിത്നയിൽ നിന്നും, വാലിനീങ്ങളെ ഉൽമിൽ നിന്നും, സാഹിരീങ്ങളെ സിഹ്റിൽ നിന്നും, ആഴിനീങ്ങളെ ആഴിനിൽ നിന്നും, കാദിബീങ്ങളെ കദിബിൽ നിന്നും, ഹാസിദീങ്ങളെ ഹസദിൽ നിന്നും, ചതിയന്മാരെ ചതി, വഞ്ചകന്മാരെ വഞ്ചന, ഇവയിൽ നിന്നെല്ലാം ഞങ്ങളെ എല്ലാവരെയും റബ്ബ് കാക്കണം അല്ലാഹ്. റബ്ബേ ഞങ്ങൾ ദുനിയാവിലെ ജീവിതവും ഞങ്ങൾ ആഖിറത്തിലെ ജീവിതവും ഖൈറിലും സലാമത്തിലും സന്തോഷത്തിലും റാഹത്തിലും ഞങ്ങൾക്കാക്കി തരണം റബ്ബേ. രണ്ട് ലോകത്തും മാനം കെടുത്തല്ല റബ്ബേ, നിന്ദിരാക്കല്ല റബ്ബേ, തരം താഴ്ത്തല്ല റബ്ബേ, പരാജയപ്പെടുത്തല്ല റബ്ബേ, വഷളാക്കല്ല റബ്ബേ, കട്ടപ്പെടുത്തല്ല റബ്ബേ. ഹിമ്മത്തോടെ ഹിസ്സത്തോടെ ജീവിച്ച് മരിക്കാൻ അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റബ്ബേ. നാഫിയായിരിക്കുന്ന ഇൽമിനെ
ബഹറിലെ വെള്ളം പോലെ റബ്ബ് ഞങ്ങൾക്ക് നൽകണം റബ്ബേ. ലദുന്നിയായും കശ്ഫിയായും ഹാലിയുമായ ഇൽമ് അല്ലാഹ് ഞങ്ങൾക്ക് ഏറ്റ് നൽകണം റബ്ബേ. സർവ നിഫാഖിൽ നിന്നും റിയാഇൽ നിന്നും ഉജ്ബിൽ നിന്നും റബ്ബേ, കദിബിൽ നിന്നും ഹസദിൽ നിന്നും ഹറാമിൽ നിന്നും കറാഹത്തിൽ നിന്നും ബിദ്അത്തിൽ നിന്നും ളലാലത്തിൽ നിന്നും റബ്ബേ, ശിർക്കിൽ നിന്നും കുഫിയത്തിൽ നിന്നും ഞങ്ങളെ ജസദും ഞങ്ങളെ ഖൽബും പൂർണ്ണമായും വിട്ടു നിർത്തണേ അല്ലാഹ്, വിട്ടു നിർത്തണേ അല്ലാഹ്. അല്ലാഹു റഹ്മാനുറഹീമായ റബ്ബേ, മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ വാപ്പമാർ, ഞങ്ങളെ ഉപ്പാപ്പമാർ, ഞങ്ങളെ ഉമ്മമാർ, ഞങ്ങളുടെ ഉമ്മാമ്മമാർ, ഞങ്ങളെ ഉസ്താദന്മാർ, ഞങ്ങളെ ശിഷ്യന്മാർ, ഞങ്ങളെ കൂട്ടുകാർ, ഞങ്ങളെ കുടുംബാദികൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആശിഖീകൾ അവരെയുണ്ട്. അവർക്കൊക്കെ നീ ഓർത്തു കൊടുക്കണം റബ്ബേ, മഗ്ഫിറത്തും മർഹമത്തും നൽകണം റബ്ബേ. റബ്ബേ, അവരെയും ഞങ്ങളെയും നാളെ സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരണം റബ്ബേ. റബ്ബേ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും പല രോഗങ്ങളെ തൊട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും ഈ ദുനിയാവിലെ ജീവിതം ഖൈറുള്ള കാലത്തോളം ഞങ്ങളെ ലാഹിറും ബാത്തിനുമായ എല്ലാ രോഗങ്ങളും റബ്ബ് ശിഫയാക്കി തരണം റഹ്മാനേ, ശിഫയാക്കി തരണം റഹ്മാനേ. ഒരുപാട് മാനസികമായ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, ശാരീരികമായ രോഗമുള്ളവരുണ്ട്, ബാത്തിനിയായ പല പ്രശ്നങ്ങളും കൊണ്ടവരുണ്ട്, സിഹ്ർ ബാധിച്ചവരുമുണ്ട്, കണ്ണേറേറ്റവരുണ്ട്. എല്ലാ രോഗങ്ങൾക്കും നീ പരിഹാരം കാരണം റബ്ബേ. ശിഫാന്റെ വാതിൽ ഇപ്പോൾ തന്നെ തുറക്കണം റബ്ബേ. ആമിനായ സലാമത്തും മാതിരായ ശിഫയും നൽകണം റബ്ബേ. പൂർണ്ണാരോഗ്യത്തോടുകൂടി മജ്‌ലിസിൽ നിന്ന് പിരിഞ്ഞു പോകാൻ റബ്ബ് തൗഫീഖ് നൽകണം റബ്ബേ. റബ്ബേ, ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റബ്ബേ. ഖുവ്വത്തും സിഖത്തും താഖത്തും കേൾവിയും കാഴ്ചയും ബുദ്ധിയും ശക്തിയും ഏറ്റി റബ്ബ് നൽകണം റബ്ബേ, ഏറ്റി റബ്ബ് നൽകണം റബ്ബേ. റബ്ബേ, ഞങ്ങളെ മജ്‌ലിസിൽ കിഡ്നി നഷ്ടപ്പെട്ടവരുണ്ട്, അല്ലാഹ് ഹാർട്ട് രോഗമുള്ളവരുണ്ട്, പാൾബിന് രോഗമുള്ളവരുണ്ട്, ലെൻസിന്റെ പ്രശ്നമുള്ളവരുണ്ട് റബ്ബേ, ബ്ലോക്ക് ഉള്ളവരുണ്ട്, അല്ലാഹ് പ്രമേഹ രോഗികളുണ്ട്, അല്ലാഹ് പ്രഷറിന്റെ രോഗമുള്ളവരുണ്ട്, കൊളസ്ട്രോൾ ഉള്ളവരുണ്ട് റബ്ബേ, അങ്ങനത്തെ പലയാതി രോഗമുള്ളവരുണ്ട്, അല്ലാഹ് ക്യാൻസർ രോഗികളുണ്ട് റബ്ബേ. എല്ലാ രോഗങ്ങളും റബ്ബേ വൈദ്യശാസ്ത്രത്തിന്റെ മുമ്പിൽ എത്ര വലുതാണെങ്കിലും റബ്ബ് ശാഫിയാണല്ലോ റബ്ബേ. റബ്ബിന്റെ മുമ്പിലൊക്കെ ചെറുതാണല്ലോ റബ്ബേ. റബ്ബേ, നിന്നോട് ഞങ്ങൾ ഇറക്കുന്നു അല്ലാഹ്. ഈ നിമിഷം തന്നെ അല്ലാഹ് ശിഫ നൽകണേ റബ്ബേ, ശിഫ നൽകണേ റബ്ബേ, ശിഫ നൽകണേ റബ്ബേ, ശിഫ നൽകണേ റബ്ബേ. ഞങ്ങളെ ഇബാദത്തിന്റെ കോട്ടം വരുന്ന ഒരൊറ്റ രോഗങ്ങളും ഞങ്ങൾക്ക് തന്ന് പരീക്ഷിക്കല്ല റബ്ബേ. ഞങ്ങളൊരു ജമാഅത്ത് മുടങ്ങുന്ന ഒരു രോഗം ഞങ്ങൾക്ക് തരല്ല റബ്ബേ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ദിക്റിനെ മുടങ്ങുന്ന ഒരു രോഗം തരല്ല റബ്ബേ. അല്ലാഹ്, ഒരുപാട് ആലിമീങ്ങളും സ്വാലിഹീങ്ങളും ഒക്കെ വെന്റിലേറ്ററിലും ഐസിയുയിലും ഹോസ്പിറ്റലിലും ഒക്കെ കടന്ന് മരിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത വേദനയുണ്ട് റബ്ബേ. അങ്ങനത്തെ ഒരവസ്ഥ ഞങ്ങൾക്ക് തരരുതേ റഹ്മാനെ. മരണം ഖൈറാവുന്ന സമയം, നല്ല മാസത്തിൽ, നല്ല ദിവസത്തിൽ, നല്ല സമയത്ത് റബ്ബേ, പുണ്യ റസൂലുള്ളാഹിന്റെ ഹദ്റത്തെ മദീന മുനവ്വറയിൽ അവിടുത്തെ ചാരത്ത് കടന്നുകൊണ്ട് ഈമാനോടെ മരിക്കാനും ജന്നത്തുൽ ബഖീൽ ഒരു ഖബർ കിട്ടാനും അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റബ്ബേ, തൗഫീഖ് നൽകണം റബ്ബേ, തൗഫീഖ് നൽകണം റബ്ബേ. റബ്ബേ, അതിന്റെ മുമ്പായി മഖ്ബൂലും മബ്റൂറും മർദിയുമായ ഹജ്ജും ഉംറയും സിയാറത്തും ധാരാളം ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് വേണം റബ്ബേ, ഞങ്ങൾക്ക് വേണം റബ്ബേ. ഞങ്ങളെ നിരാശരാക്കല്ലേ റബ്ബേ. റബ്ബേ, ഈ മജ്‌ലിസിൽ ഒരുപാട് ലെറ്ററുകളുണ്ട്, നൂറ് പ്രശ്നങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. അതെല്ലാം വായിച്ചറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. റബ്ബ് അറിയുന്നവനല്ലേ റബ്ബേ. അതിനെല്ലാം പരിഹാര കാരണം റബ്ബേ, അതിനെല്ലാം പരിഹാര കാരണം റബ്ബേ.
അതുകൂടാതെ ധാരാളം മെസ്സേജുകൾ, ധാരാളം വോയിസുകൾ, ധാരാളം ലെറ്ററുകൾ ഫോണിൽ വന്നിട്ടുണ്ട്. എല്ലാത്തിനും നീ പരിഹാരം കാരണം റബ്ബേ. കേരളത്തിൽ നിന്നും, കേരളത്തിന്റെ പുറത്തുനിന്നും, ഇന്ത്യയുടെ പുറത്തുനിന്നും, അങ്ങനെ അമേരിക്ക, ഓസ്ട്രേലിയ, ലണ്ടൻ വരെ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ അറിയുന്നവനാണ്. നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ, പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. അർഹമുർറഹീമായ റബ്ബേ, റബ്ബേ ഞങ്ങളിവിടെ നല്ല സുഖഭക്ഷണം കഴിക്കുന്നു, നല്ല സുഭിക്ഷമായ സ്ഥലത്തിരിക്കുന്നു, നല്ലതായിരിക്കുന്ന ഹെയർ ആസ്വദിക്കുന്നു. അതുപോലെ ഞങ്ങളെ സഹോദരന്മാരും ഉമ്മമാരും ഞങ്ങളെ പെങ്ങന്മാരും പടച്ചവരെ പലസ്തീനിൽ മരണത്തിനോട് മല്ലടിക്കുകയാണ്. ഈ സമയത്ത് തന്നെ ഇതിന് പരിഹാരം കാരണം റഹ്മാനെ, പരിഹാരം കാരണം റഹ്മാനെ, പരിഹാരം കാരണം റഹ്മാനെ. ബദറിൽ മലക്കുകൾ ഇറക്കിയ റബ്ബല്ലേ, നമ്രൂദിനെ നശിപ്പിച്ച റബ്ബേ, ഖാറൂനെ നശിപ്പിച്ച റബ്ബേ, ഫിറഔനെ വെള്ളത്തിൽ മുക്കി നശിപ്പിച്ച റബ്ബേ, ആമാനെ നശിപ്പിച്ച റബ്ബേ, ലൂത്തിന്റെ സമുദായത്തെ നശിപ്പിച്ച റബ്ബേ, റബ്ബേ റബ്ബേ പരിഹാരം കാരണം റബ്ബേ. മക്കൾ ഭക്ഷണം കിട്ടാതെ പിടഞ്ഞു മരിക്കുന്നു. അത് കേൾക്കാനുള്ള ശക്തി ഞങ്ങൾക്കില്ല റബ്ബേ. ഈ നിമിഷം തന്നെ പരിഹാരം കാരണം റബ്ബേ. റബ്ബേ നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ അവിടെ ഇറക്കി ഇസ്ലാമിന്റെ ശത്രുക്കൾ അവിടെ നാട്ടിൽ ഓടിപ്പിക്കണം റഹ്മാനെ. അർഹമുർറഹീമായ റബ്ബേ, എത്രയും പെട്ടെന്ന് പരിഹാരം കാരണം റബ്ബേ, കാരണം റബ്ബേ. ലോകത്തിന്റെ പല ഭാഗത്തും ഓടിപ്പിക്കപ്പെടുക മുസ്ലിമീങ്ങൾക്ക് റബ്ബ് കാവലേകണം റബ്ബേ. ഞങ്ങളെ ഈമാനിന്റെ കുറവാണ്, ഞങ്ങളെ ഇസ്തിഖാമത്തിന്റെ കുറവാണ് ഞങ്ങൾക്കറിയാം റബ്ബേ. റബ്ബ് പരിഹരിക്കണം റഹ്മാനെ, റബ്ബേ റബ്ബ് പരിഹരിക്കണം റഹ്മാനെ. അർഹമുർറഹീമായ റബ്ബേ, ഞങ്ങളെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകണം റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും ദീനിന്റെ ഖാദിമീങ്ങളാക്കി ജീവിപ്പിച്ച് ദീനിന്റെ ഖാദിമീങ്ങളാക്കി മരിപ്പിക്കണം റബ്ബേ. ഒരുപാട് മുതഅല്ലിമീങ്ങൾ ഞങ്ങളെ സദസ്സിലുണ്ട്. എല്ലാവരെയും ഉഖറബിയായ പണ്ഡിതന്മാരാക്കണം റബ്ബേ. ലദുന്നിയായ ഇൽമു നൽകണം റബ്ബേ. റബ്ബേ റബ്ബേ കശ്ഫിയായ ഇൽമു നൽകണം റബ്ബേ. റബ്ബേ കിതാബ് എന്നത് കല്ലിൽ എഴുതിയതുപോലെ ഞങ്ങളുടെ കുട്ടികൾക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. ഒരുപാട് മദ്രസന്മാർ ഞങ്ങളെ സ്നേഹിക്കുന്ന ധാരാളം ഇവിടെയും ഉണ്ട്, അല്ലാതെയും വരാൻ കഴിയാത്തവരുണ്ട്. ഈ സാധുവിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആയിരക്കണക്കിന് മദ്രസന്മാരുണ്ട് റബ്ബേ. എല്ലാവർക്കും അല്ലാഹു ഹിമ്മത്ത് നൽകണം റബ്ബേ, കൊടുക്കണം റബ്ബേ. റബ്ബേ ഈ ആധുനിക ലോകത്ത് ഞങ്ങളെ സമൂഹത്തിന്റെ മുമ്പിൽ ഒരിക്കലും താഴ്ത്തരുതേ റബ്ബേ. ആവശ്യമായ അല്ലാഹു അപ്പോൾ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. റബ്ബേ ഞങ്ങൾ അല്ലാഹു സ്വീകരിക്കണം റബ്ബേ. ഞങ്ങൾ ഉയർത്തിയ കൈ അല്ലാഹു സ്വീകരിക്കണം റബ്ബേ, സ്വീകരിക്കണം റബ്ബേ. റബ്ബേ 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 സ്വീകരിക്കണം റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബേ ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് സഹായം ചെയ്തു തന്ന റബ്ബേ, ഞങ്ങൾക്ക് ഈ പരിസരത്തുള്ള വീടുകളൊക്കെ സൗകര്യം ചെയ്തു തന്ന ബഹുമാനപ്പെട്ട റാഫി സാഹിബ്, അതുപോലെ തന്നെ സുബൈർ സാഹിബ്, അതുപോലെ തന്നെ നമ്മുടെ നജീബ് എന്നെ വലിയ മുഹിബാണ്, അദ്ദേഹത്തിന്റെ വീട്. എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണം റബ്ബേ. എല്ലാവരുടെ രോഗങ്ങളും ശിഫയാക്കി കൊടുക്കണം റബ്ബേ. ഒരുപാട് രോഗങ്ങൾ തൊട്ട് ബുദ്ധിമുട്ടുന്നവരാണ് അവരൊക്കെ. അവരുടെയൊക്കെ ഫാമിലിക്ക് അല്ലാഹു പൂർണ്ണമായ സലാമത്ത് കൊടുക്കണം റഹ്മാനെ. റബ്ബേ ഇനിയും ശിഫയോട് സഹകരിക്കാനും എല്ലാ നിലക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള എല്ലാ കഴിവുകളും അല്ലാഹു നൽകണം റഹ്മാനെ. അവരുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കി കൊടുക്കണം റഹ്മാനെ. അതുപോലെ നമ്മളുടെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ നമ്മളുടെ പരിപാടിക്ക് എല്ലാ നിലക്കും സഹകരിച്ച് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തവരാണ്. പള്ളിയൊക്കെ നമ്മളുടെ ജുമുഅത്ത് പള്ളി രാത്രി തന്നെ തുറന്നിട്ട് വന്നവർക്കൊക്കെ സൗകര്യപ്പെടുത്തി കൊടുത്തു. എല്ലാം ചെയ്തവരാണ്. അവർക്കൊക്കെ ഹിമ്മത്ത് നൽകണം റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. ഖുവ്വത്ത് നൽകണം റഹ്മാനെ. സിഹ്ഹത്ത് നൽകണം റഹ്മാനെ. ത്വാഖത്ത് നൽകണം റഹ്മാനെ. റബ്ബേ ഒട്ടനവധി കാലം നമ്മുടെ പള്ളിക്കും മഹല്ലിനും വേണ്ടി പ്രവർത്തിക്കാനുള്ള എല്ലാ നിലക്കുള്ള കഴിവുകളും അല്ലാഹു നൽകണം റബ്ബേ. ഞങ്ങളെ മഹല്ലിനെ അല്ലാഹു ഉയർച്ചയിൽ നിന്ന് ഉയർമയിലേക്ക് അല്ലാഹു ഉയർത്തണം റഹ്മാനെ. ഞങ്ങളെ മദ്രസയിൽ പഠിക്കുന്ന
കുട്ടികളെ എല്ലാവരെയും സ്വാലിഹീങ്ങളാക്കണം റബ്ബേ. പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങളെ എല്ലാവരെയും മുഖർബിയായ ആലിമീങ്ങളാക്കണം റബ്ബേ. എല്ലാ നിലക്കുള്ള കഴിവ് ഞങ്ങളുടെ മുഅല്ലിമീങ്ങൾക്ക് ഉസ്താദന്മാർക്ക് അല്ലാഹു നൽകണം റഹ്മാനെ. അതുപോലെ ഞങ്ങളെ മഹല്ലിനെ സഹകരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا معنا شقيا ولا مطرودا ولا محروما. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا ولوالدينا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.